അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ 5ാമത്തെ ദിവസത്തിലെ ആദ്യ ലൈവിൽ വന്നിരിക്കുന്നത് നമ്മുടെ മൊത്തം മൂന്ന് മത്സരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. 2 ഗ്രൂപ്പ് ഇനത്തിലും 1 സോളോ ഇനത്തിലും. അപ്പോൾ സോളോയിൽ നമ്മുടെ എ ഗ്രേഡ് 1ാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. നാദസ്വരത്തിൽ 1ാം സ്ഥാനം എ ഗ്രേഡ് നേടിയിരിക്കുന്ന നമ്മുടെ കണ്ണൂർ ആദികടലായി താമസിക്കുകയാണ് ദർശന രതീഷാണ്. ദർശന രതീഷ് നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദർശന, ഈ ദർശനന്റെ പേര് തുടങ്ങുന്ന ഒരു പാട്ടുണ്ടല്ലോ, അതെ ആ പാട്ടിൽ തുടങ്ങാം. ദർശന എന്ന് പറയുന്ന പേരിൽ തുടങ്ങുന്ന ഒരു പാട്ട്, ആ പാട്ട് രണ്ടുപേരും പാടി പെട്ടെന്ന്. നിന്നെ ഞാൻ കണ്ടെന്നീ മേഘം പൂക്കൾ പെയ്യുന്നീ ഒന്നാകാൻ ഞാനില്ലേ നെഞ്ചിൽ തീർത്തൊരൻ പ്രണയ പ്രപഞ്ചമിത ദർശന സർവം സദാ നിൻ സൗരവം. അടിപൊളി, സൂപ്പർ, താങ്ക് യു. കാരണം ഓരോ പേരിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അല്ലേ, പ്രത്യേകതകളൊക്കെ ഉണ്ട് ഓരോ പേരിനും. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ആരാ ഉള്ളേ? നമ്മുടെ സാറിന്റെ പേര് മുരളീധരൻ. എനിക്കറിയാം, അറിയായിട്ടല്ല, എന്തായാലും നിങ്ങളുടെ നാവിൽ തന്നെ ആ പേര് പറയുമ്പോൾ അതിന് പ്രത്യേക ഒരു മധുരമുണ്ട്. മുരളി സാർ നമസ്കാരം. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് തത്സമയ സംരക്ഷക്ക് സ്വാഗതം. അപ്പം പിന്നെ ദർശന മൊത്തം 3 ഐറ്റം അല്ലേ? അതിൽ 2 ഗ്രൂപ്പിനും 1 സോളോ അല്ലേ? ഗ്രൂപ്പ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് സോങ്ങും ദേശഭക്തി ഗാനം. അതിലെന്താ നേരത്തെ കഴിഞ്ഞ എന്താണ്? ദേശഭക്തി ഗാനം കഴിഞ്ഞു. ഗ്രൂപ്പ് സോങ് ഉണ്ട്. ഓക്കെ. സ്കൂളിന്റെ പേര് സെന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒന്നുകൂടി പറഞ്ഞേ. സെന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ. ഇപ്പം +2 ആണ്, ഹയർ സെക്കൻഡറി വിഭാഗം. അപ്പൊ നമ്മുടെ ഇനി ക്യാമ്പസിലാണ് നിങ്ങളുടെ മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. സ്കൂൾ ബേസിലെ ലാസ്റ്റ് മത്സരമാണ് അല്ലെ? കഴിഞ്ഞ തവണ എത്ര ഇനങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ തവണ 2 എന്തൊക്കെയാണ്? 2 ഇനങ്ങൾ സ്റ്റേറ്റ് പോയി. ഏതൊക്കെയാ? ഗ്രൂപ്പ് സോങ് നാദസ്വരം. കഴിഞ്ഞ തവണ ഗ്രൂപ്പ് സോങ്ങിന് നാദസ്വരത്തിന് സ്റ്റേറ്റ് പോയി. ഇത്തവണ നാദസ്വരത്തിന് ഓൾറെഡി കിട്ടി. പിന്നെ ഇനിയിപ്പം ഗ്രൂപ്പ് സോങ് ആണല്ലേ? ഗ്രൂപ്പ് സോങ് ഉണ്ട്. ഓക്കെ. നേരത്തെ കഴിഞ്ഞ മറ്റേ മത്സരം ഗ്രേഡ് എ ഗ്രേഡ് ആണ്. അപ്പം അതിനും പോകുന്നുണ്ട്. അപ്പം 3 മത്സരത്തിനായിട്ട് ഇത്തവണ നമ്മുടെ തൃശ്ശൂരിലേക്ക് പോവാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി, അനിയൻ. അച്ഛന്റെ പേര് രതീഷ് കുമാർ. എന്ത് ചെയ്യുന്നു അച്ഛൻ? അച്ഛൻ അക്കൗണ്ടന്റ് ആണ്. അമ്മയുടെ പേര്? അമ്മ ദിവ്യ രതീഷ്. എന്ത് ചെയ്യുന്നു അമ്മ? ടീച്ചറായിരുന്നു, വർക്ക് ചെയ്യുന്നില്ല. ടീച്ചറായിരുന്നു. ഓക്കെ. പിന്നെ അനിയന്മാരാണോ? അനിയനും അനിയത്തിയും. അനിയന്റെ പേര്? അനിയൻ ധ്യാൻ രതീഷ്. അനിയത്തി ദേവ്ന രതീഷ്. ഓക്കെ. പിന്നെ മാഷ പരിചയപ്പെട്ട എത്ര വർഷമായി ഇപ്പം നാദസ്വരത്തിൽ? ആദ്യ ഗുരു മാഷ തന്നെയാണോ? ആണോ? എത്രാമത്തെ വയസ്സിൽ ആദ്യം നാദസ്വരം ചുണ്ടിലേക്ക് വെച്ചത്? ആദ്യം എപ്പോഴാ? 4 വർഷമായി. ഈ നാദസ്വരത്തിലേക്ക് വരാൻ കാരണം എന്താണ്? ഇതിങ്ങനെ അമ്പലത്തിൽ നല്ല കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നാദസ്വരം കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് നമ്മൾ കച്ചേരി അല്ലാതെ പണ്ട് കാലങ്ങളിൽ കല്യാണത്തിന് താലി കെട്ടുന്ന സമയത്ത് നാദസ്വരം ഉണ്ടാവും. അത് ഭയങ്കര രസമായിരിക്കും. ഇപ്പൊ നമ്മൾ കല്യാണത്തിനൊന്നും അങ്ങനെ നാദസ്വരം കാണൽ കുറവാണ്. അപ്പൊ എൻ്റെ എല്ലാം ഓർമ്മയിൽ നമ്മൾ ആദ്യം നാദസ്വരം കേൾക്കുന്നത്, മറ്റേ നാദസ്വര കച്ചേരിക്കൊന്നും പോകാനുള്ള സംവിധാനം ഉണ്ടാവാറില്ല. പക്ഷെ കല്യാണത്തിന് താലി കെട്ടുന്ന സമയത്താണ് നമ്മൾ നാദസ്വരം നമ്മൾക്ക് ആദ്യം കേൾക്കുന്നത്. അപ്പൊ അതിലൂടെ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടതാണോ? അങ്ങനെയും പിന്നെ എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ അമ്പലമുള്ളതുകൊണ്ട് അമ്പലത്തിൽ നിന്നെല്ലാം ഇങ്ങനെ കേട്ടിട്ട് ഉണ്ട്. ആർക്കാണ്? വീട്ടിലായിരിക്കണം? അമ്മയ്ക്കാണോ അച്ഛനാണോ ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം? രണ്ടാളും. അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും കലയുടെ എന്തെങ്കിലും കഴിവുകൾ വല്ലതും ഉണ്ടോ? അമ്മ ഡാൻസ് ചെയ്യാറുണ്ട്. അമ്മ നർത്തകിയാണ്. അച്ഛൻ പിന്നെ ഗായകനാണ്. മകൾ സംഗീത ഉപകരണ വാദ്യയാണ്, പിന്നെ ഗായികയൊക്കെയാണ് അല്ലെ? അപ്പൊ എല്ലാം കൊണ്ടൊരു സകല കലയും നിറയുന്ന ഒരു കുടുംബമാണ്. തറവാട്ട് പേരെന്താ? വേലാണ്ടി. അതെവിടെയാ? തറവാട് എവിടെയാ? മേലച്ചു നോക്കാം. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ടായി നമ്മുടെ നാദസ്വര മത്സരം? മൊത്തം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. കുറച്ച് ഇത് പഠിച്ചെടുക്കാൻ നല്ല ടഫാണ്. അപ്പൊ എത്ര ടൈമാണ് നിങ്ങളുടെ ഒരു നാദസ്വര മത്സരത്തിനുള്ള ടൈം? 10 മിനിറ്റ്. 10 മിനിറ്റ് ആണ്. അതില് ഇന്ന സ്വരത്തില് ഇന്ന ശ്രുതിയില് വായിക്കാന്നൊക്കെ ഉണ്ട്, അങ്ങനെയുണ്ടോ? അങ്ങനെ. ഓക്കെ. മാഷോട് ചോദിക്കാം. മാഷോട് പക്ഷേ ഈ നാദസ്വരം നമ്മള് പിന്നെ ചുണ്ടിൽ വെക്കുന്ന ആ സാധനം PP, നമ്മള് PP എന്നൊക്കെ പറയുന്നത്, അതിന്റെ പേരെന്താ ശരിക്കും? അതിന്റെ പേര് ശീപാളി. അതാണ് അതിന്റെ. അതിന് മെറ്റീരിയൽസ് എന്താ ശരിക്കും? അത് പിന്നെ ഒരു വെള്ളത്തില് ഒരു പൈപ്പ് പോലെ വളരുന്നൊരു പിന്നെ ഒരു ചെടിയാണ്.
അത് ഇവിടെ ഇല്ല. ഇത് പിന്നെ തഞ്ചാവൂർ തമിഴ്നാട്ടിലാണ്, തഞ്ചാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കൃഷി ചെയ്യുന്നത്. അതിനെ അവര് കട്ട് ചെയ്ത് പുഴുങ്ങി പാകപ്പെടുത്തിയിട്ട് എടുക്കുന്നൊരു, നമ്മൾ കാണുന്ന ഒരു പുല്ല് പോലെ ഇരിക്കും അത് ആ സാധനം. പക്ഷെ അതിന്റെ പിന്നെ പിറകിലായിട്ട് ഒരു പിന്നെ ചെമ്പിന്റെ തകിട് കൊണ്ടുള്ള ചെറിയൊരു കുഴലുണ്ട്. അതാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് അല്ലേ? ഇത് ഈ സാധനം അതാണ് നമ്മളെ ഈ ഒരു നാദസ്വരത്തിലേക്ക് കൊടുക്കുന്നത് കണക്ട് ചെയ്യുന്ന സാധനം. അപ്പൊ ഇതൊരു പുല്ല് പോലെ കാണുന്നത്, ഇത് പുല്ലല്ല, ഇതൊരു പൈപ്പാണ്. ശരിക്കും പൈപ്പാണ്, വള്ളി. അപ്പൊ ഇതിനായിട്ട് അവര് കൃഷി ചെയ്യുന്നതാണ്, ഈ ഒരു നാദസ്വരത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നതാണ്, അതിനായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അവിടെയാണ് ഇത് കിട്ടുന്നത്. ഈ നാദസ്വരം വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ്, ബ്രീത്തിങ്ങിന്റെ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. നമുക്കൊരു ബ്രീതിങ് വേണം. ബ്രീതിങ് മാത്രം പോരാ, നമുക്ക് പിന്നെ നമ്മളെ മനസ്സിൽ അത് പഠിച്ചിരിക്കണം, അതിന്റെ താളം മനസ്സിലുണ്ടാവണം, അതിന്റെ കൂടെ ശ്വാസം എടുത്ത് നമ്മളിത്, അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി കൈ വിരല് ചലിക്കണം. അത് ഇൻസ്ട്രുമെന്റ്സിൽ ഏറ്റവും ടഫ് നാദസ്വരാണ്. അതുകൊണ്ടാണ് ഈ നാദസ്വരത്തിന് ആൾക്കാർ കുറയുന്നത്. അതെന്തുകൊണ്ട് ആൾക്കാർ കുറഞ്ഞു വരുന്നത്? ഇത് പിന്നെ ഫ്ലൂട്ട് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് കഴിയും, കുറച്ച് കാറ്റേ വേണ്ടു. ബാക്കി സംഗതികളെല്ലാം ഇതിന്റെ മാതിരി തന്നെ. പക്ഷെ പിന്നെ ഇത് കുറച്ച് മെനക്കെടണം. അല്ല, ഞാൻ മാഷ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഈ സ്റ്റേജില് വയലിൻ ഫ്യൂഷൻ ഉണ്ട്, ഫ്ലൂട്ട് ഫ്യൂഷൻ ഉണ്ട്. എന്തുകൊണ്ട് നാദസ്വര ഫ്യൂഷൻ കൊണ്ടുവന്നൂടാ? അങ്ങനെ ചെയ്യാറുണ്ട്. നാദസ്വരം പിന്നെ ഇതിന്റെ കൂടെ തന്നെ നാദസ്വരം ചെയ്യുന്നുണ്ട്. വീണ, വയലിൻ, ഫ്ലൂട്ട്, നാദസ്വരം. മാഷ് താമസിക്കുന്ന എവിടെ കറക്റ്റ്? ഞാൻ പിന്നെ കാപ്പാടാണ്. എന്റെ ശരിക്ക് പാനൂര് പാലത്തായിയാണ് സ്ഥലമെങ്കിലും ഞാനിപ്പം കാപ്പാട് സ്വദേശിയാണ്. അവിടെ ഇപ്പം എന്റെ മക്കളെല്ലാം പഠിച്ചത് അവിടെ തന്നെയാണ്. കലോത്സവത്തിനെല്ലാം തീർച്ചയായും എന്തായാലും മാഷ നമ്മൾ ഒരുപാട് വേദികളിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് വർഷമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ മോളെ വേറെ സ്കൂളിൽ നിന്ന് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സ്കൂളിൽ നിന്ന് മ്യൂസിക് ടീച്ചർ ഉണ്ട്, മ്യൂസിക് ടീച്ചറാണ് സുമാമസ് ആദ്യമായിട്ട് ഇതിലേക്ക് വിളിച്ചത്. അങ്ങനെയാണ് മാഷിനെ കണ്ടതും. ശരി, സുമ ടീച്ചറൊക്കെ നമുക്ക് പണ്ടേ അറിയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും നമ്മൾ കലോത്സവത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ സ്വാഗതഗാനം പാടിയതിലും സുമ ടീച്ചർ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഒന്നാം സമ്മാനം A ഗ്രേഡ് കിട്ടിയതിന്റെ ചെറിയൊരു പോർഷൻ വായിക്കാവോ? റെഡി. വളരെ, കാരണം നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് പിന്നെ നാദസ്വരം ഭയങ്കര വെയിറ്റുള്ള സാധനമാണോ? ഒന്ന് തൊട്ട് കുഴപ്പമില്ല, പക്ഷെ ഇല്ല അങ്ങനെ വലിയ വെയിറ്റൊന്നും ഇല്ലല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ എന്നാലും നമ്മുടെ പിന്നെ ദർശന വളരെ മനോഹരമായിട്ട് വായിച്ചു. നമ്മുടെ ഗുരുനാഥനുണ്ട് കൂടെ, പിന്നെ അച്ഛനും അമ്മയ്ക്കും കൂടെ ഉണ്ട്. എന്നാലും വളരെ സന്തോഷമുണ്ട്. പിന്നെ സംഗീതം പഠിച്ചിട്ടുണ്ട്, ഗായികയാണ്. അപ്പൊ രണ്ടുപേരും വേറെ നമുക്ക് പെട്ടെന്നൊരു പാട്ടെന്ന് പറയുമ്പോൾ നാവിൻ തുമ്പത്ത് വരുന്ന പാട്ട് ഏതാ? അതൊന്ന് ആ ഒരു പാട്ടിന് 4 വരി ഒന്ന് നമുക്ക് കേൾക്കാം. മോഹം കൊണ്ട് ഞാൻ ഓരോ ആൾക്കും ഓരോ മോഹമുണ്ട്, ആ മോഹം കൊണ്ട് ഇങ്ങനെ പോവാ അല്ലെ? അത് യാഥാർത്ഥ്യത്തിൽ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. റെഡി, സ്റ്റാർട്ട്. മോഹം കൊണ്ടു ഞാൻ ദൂരെ ദൂരം പൂത്തനാൾ മധു തേടിപ്പോ
ഏതോ ഇളം പൂത്തനാൾ മധു തേടിപ്പോയി. അടിപൊളി. വേറെ എന്തെങ്കിലും ഇങ്ങനെ റിയാലിറ്റി ഷോ അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇനി ഇതാണ് പക്ഷേ റിയാലിറ്റി ഷോ ഇതല്ലേ, ഇതാണ് റിയൽ, ലൈവ് ആണ് റിയൽ എന്ന് പറയുന്നത്. ബാക്കി നമ്മള് പിന്നെ റിയാലിറ്റി ഷോ എന്ന് പറയുന്നൊക്കെ ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അത് റിയൽ അല്ല. റിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ലൈവ് അല്ലേ? യെസ്. അപ്പൊ ഇന്നലെ വളരെ സന്തോഷമുണ്ട്. ദർശന നമ്മുടെ ഗുരുനാഥൻ പറയുന്ന പോലെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. അച്ഛനമ്മ പറയുന്ന പോലെ നല്ല രീതിയിൽ പഠിച്ച് ഉയരങ്ങളെത്തുക. എന്താണ് ഭാവിയിൽ എന്താണ് ജോലി എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ കലാമേഖലയാണോ? രണ്ടും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. രണ്ടും കൂടി കൊണ്ടുപോകും അല്ലേ? പാരാമെഡിക്കലാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ എല്ലാവരും അന്വേഷണം അറിയിക്കുക. നമ്മുടെ റേഡന്റ് ENT ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് സ്നേഹ സമ്മാനത്തിലേക്ക്. ഓക്കെ, മാഷെ വളരെ സന്തോഷം. ഓക്കെ.